നമസ്കാരം. സംസ്ഥാനത്തെ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനും മെട്രോമാൻ ഇ. ശ്രീധരനും തമ്മിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നിർണായക കൂടിക്കാഴ്ച നടത്തി. അതിവേഗ റെയിൽപാത സംബന്ധിച്ച പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്ത ഈ കൂടിക്കാഴ്ച 15 മിനിറ്റോളം നീണ്ടുനിന്നു. ചർച്ചയുടെ ഭാഗമായി പദ്ധതിയുടെ കരട് ഇടക്കാല റിപ്പോർട്ട് ഇ. ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. പൊന്നാനി എം.എൽ.എ. കെ.പി. നൌഷാദ് അലിയും പങ്കെടുത്ത ഈ ചർച്ചയ്ക്ക് ശേഷം വിഷയത്തിൽ തുടർ ചർച്ചകൾ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന കേരയിൽ സിൽവർ ലൈനിന് ബദലായി ഇ. ശ്രീധരൻ മുന്നോട്ട് വെച്ച പുതിയ അതിവേഗ റെയിൽപാത നിർദ്ദേശം യു.ഡി.എഫ് സർക്കാർ ഏറ്റെടുക്കാൻ ആലോചിക്കുന്നതായിട്ടാണ് വിവരം. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രായോഗികമല്ലാത്തതും വ്യക്തമായ DPR ഇല്ലാത്തതുമായ കേരയിൽ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു. യു.ഡി.എഫ് സബ് കമ്മിറ്റി സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരയിൽ വേണ്ടെന്ന് വെച്ചതെങ്കിലും കേരളത്തിന്റെ അതിവേഗ യാത്ര ഒരു അടഞ്ഞ അധ്യായമല്ലെന്നും പകരം സ്പീഡ് കോറിഡോർ അഥവാ അതിവേഗ ഇടനാഴി പരിഗണനയിലുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. വിശദ പഠനത്തിന് ശേഷം മാത്രം പുതിയ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മതിയെന്നാണ് സർക്കാരിന്റെ നിലപാട്. നിലവിലെ സിൽവർ ലൈൻ RRTS പദ്ധതിയിലെ അപേക്ഷിച്ച് ഇ. ശ്രീധരൻ അവതരിപ്പിച്ച ബദൽ പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കൽ വളരെ കുറച്ച് മാത്രം മതിയെന്നതിനാലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനമുണ്ടായത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 430 കിലോമീറ്റർ ദൂരമുള്ള ഈ പുതിയ പാതയുടെ ഏകദേശം 70% തൂണുകളിലൂടെയും എലിവേറ്റഡ് പാതയായും 20% ഭൂഗർഭ പാതയുമായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പരമാവധി വേഗത മണിക്കൂറിൽ 200 കിലോമീറ്റർ ലഭിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്ന ഈ പാതയിലൂടെ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് വെറും 3 മണിക്കൂറും 15 മിനിറ്റും കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ വൻകിട പദ്ധതിക്ക് 86,000 കോടി രൂപ മുതൽ 1 ലക്ഷം കോടി രൂപ വരെയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഇ. ശ്രീധരൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇ. ശ്രീധരൻ സമർപ്പിച്ച ഈ ബദൽ പാത സംബന്ധിച്ച വിഷയം മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത ശേഷം സർക്കാരിന്റെ ഔദ്യോഗിക തീരുമാനം 2 ആഴ്ചയ്ക്കകം അറിയിക്കാമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്.